إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, നോമ്പുകാരായ അള്ളാഹുവിൻ്റെ അടിമകളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നോമ്പ് നിർബന്ധമാക്കിയിട്ടുള്ളത് നാം എല്ലാം തഖ്വയുള്ള ആളുകളായി തീരുവാൻ വേണ്ടിയാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ അവൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യലും, അല്ലാഹു സുബ്ഹാനഹു വ തആല വിരോധിച്ച കാര്യങ്ങളെ അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ഒഴിവാക്കലുമാകുന്നു. ആ നിലക്ക് തഖ്വയുള്ളവരായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം, അധ്വാനിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഏറെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഏതൊരു വിശ്വാസിയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങൾ, ഒന്ന് മഗ്ഫിറത്താണ്, അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനമാണ്. രണ്ടാമത്തത് അതിലൂടെ ഈ ലോകത്തും പരലോകത്തുമുള്ള സമാധാനപൂർണമായ ജീവിതമാണ്. ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ലഭിക്കുവാൻ പര്യാപ്തമായ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളിലാണ് നാം ഉള്ളത്. അറിയുക, അത് പരിശുദ്ധ റമദാൻ മാസത്തിലെ അവസാനത്തെ 10 ദിവസങ്ങളാകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിക്കുവാൻ വേണ്ടി നമ്മോട് ആവശ്യപ്പെട്ടിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ 10 ദിവസങ്ങളിലാണ് സഹോദരങ്ങളെ നാം ഓരോരുത്തരുമുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൈലത്തുൽ ഖദ്റിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. തീർച്ചയായും പരിശുദ്ധ ഖുർആനിനെ നാം ലൈലത്തുൽ ഖദ്റിൽ, ഖദ്റിൻ്റെ രാത്രിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു. എന്താണ് ഖദ്റിൻ്റെ രാത്രി എന്ന് പറഞ്ഞാൽ? ഖദ്ർ എന്ന് പറഞ്ഞാൽ മഹത്വമേറിയത്, ഔന്നിത്യമേറിയത്, വലിയ പരിഗണനയുള്ളത്, ഉയർന്ന ദറജയുള്ളത് എന്നൊക്കെയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ പരിഗണനയുള്ള, ഉയർന്ന ദറജയുള്ള ഒരു രാത്രി, അതാണ് ലൈലത്തുൽ ഖദ്ർ. അതോടൊപ്പം അതിന് മറ്റൊരർത്ഥമുണ്ട്, വിധിക്കുക, നിർണയിക്കുക, കണക്കാക്കുക. ലൗഹുൽ മഹ്ഫൂളിൽ നിന്ന് ഓരോ വർഷവും പ്രപഞ്ചത്തിൽ നടപ്പിൽ വരുത്തേണ്ടുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ ഏൽപ്പിക്കുന്നു. ഒരു ലൈലത്തുൽ ഖദ്ർ മുതൽ തൊട്ടടുത്ത ലൈലത്തുൽ ഖദ്ർ വരെയുള്ള ഈ ഭൂമിയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും, സൃഷ്ടികളുടെ അജലുകൾ, അവരുടെ ഉപജീവനം, മറ്റു കാര്യങ്ങൾ, ഇതിൻ്റെ എല്ലാം രേഖകൾ മലക്കുകൾക്ക് കൈമാറുന്ന ദിവസവുമാണ്. ഈ രണ്ട് നിലക്കും ലൈലത്തുൽ ഖദ്ർ അള്ളാഹുവിങ്കൽ ഏറെ പരിഗണിക്കപ്പെടുന്ന രാത്രിയാണ്. ഈ രാത്രിയിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഉലമാക്കൾ പറയുന്നത് അസീസുൽ ഖദ്റായ ഖുർആൻ, അഥവാ പ്രതാപമേറിയ ഖുർആൻ, റഫീഉൽ ഖദ്റായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അഥവാ അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറ്റവും ഔന്നിത്യമുള്ള സ്ഥാനമുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അദീമുൽ ഖദ്റായ ഏറ്റവും മഹത്വമേറിയ സൃഷ്ടികളിൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജലീലത്തുൽ ഖദ്റായ ഒരു രാത്രിയിൽ അവതരിപ്പിച്ചു കൊടുത്തിരിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടതെല്ലാം ഉന്നതമാണ്.
പരിശുദ്ധ ഖുർആൻ പ്രതാപമേറിയതാണ്. അത് കൊണ്ടുവന്നത് റൂഹുൽ ഖുദുസ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ്. ആർക്കാണ് നൽകപ്പെട്ടത്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. എപ്പോഴാണ് നൽകപ്പെട്ടത്? ഭൂമിയിലെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു രാത്രിയിൽ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ. നബിയെ, ലൈലത്തുൽ ഖദ്ർ എന്താണെന്ന് താങ്കൾക്കറിയാമോ? ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളേക്കാൾ അതിന് ശ്രേഷ്ഠതയുണ്ട് എന്ന് പറഞ്ഞാൽ 1000 മാസങ്ങളേക്കാൾ ചെയ്യുന്ന ഇബാദത്തുകൾ, നമസ്കാരമാകട്ടെ, ദിക്റുകളാകട്ടെ, ഖുർആനിൻ്റെ പാരായണമാകട്ടെ, മറ്റ് എന്ത് സൽക്കർമ്മങ്ങളാകട്ടെ, അത് 1000 മാസങ്ങളേക്കാൾ കൂടുതൽ ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലം ലൈലത്തുൽ ഖദ്റിൻ്റെ ഒറ്റ രാത്രിയിൽ ലഭിക്കുമെന്നാണ് അതിൻ്റെ വിവക്ഷയെന്ന് സലഫുകൾ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ ഖാമ ലൈലത്തൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയെ ആരെങ്കിലും സജീവമാക്കിയാൽ, അവിടെ ഖാമ എന്നതിന് നിന്ന് നമസ്കരിക്കുക, ആ രാത്രിയെ ഉപയോഗപ്പെടുത്തുക, ആ രാത്രിയെ ജീവിപ്പിക്കുക എന്നെല്ലാം അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ നമസ്കരിച്ചുകൊണ്ടും ഖുർആൻ ഓതിക്കൊണ്ടും ദിക്റുകൾ ചൊല്ലിക്കൊണ്ടും പ്രാർത്ഥന നിർവഹിച്ചുകൊണ്ടും ആ രാത്രിയെ ആരെങ്കിലും സജീവമാക്കിയാൽ, അവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് മൻ ഖാമ. ഖാമ എന്ന് പറഞ്ഞാൽ അത് ഉറങ്ങുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്, ഗഫലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എന്ന് പറഞ്ഞാൽ അശ്രദ്ധമാവരുത്, ആ രാത്രിയെ പ്രതീക്ഷിക്കണം, ആ രാത്രിയെ അല്പമെങ്കിലും സജീവമാക്കണം, അതിൻ്റെ ഏറ്റവും ചെറിയ ഖദറെങ്കിലും ലഭിക്കുവാൻ. അങ്ങനെ ചെയ്താൽ അവരുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നതാണ്. അത്രയും ശ്രേഷ്ഠതയുണ്ട് ആ രാത്രിക്ക്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇൽതമിസൂഹാ, നിങ്ങൾ അതിനെ അന്വേഷിക്കണം, നാം അത് അന്വേഷിച്ച് കണ്ടെത്തണം, നാം അത് അധ്വാനിച്ച് കണ്ടെത്തണം, നിങ്ങൾ അതിനെ അന്വേഷിക്കുക എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തകഫ്തു, ഞാൻ ഇഅ്തികാഫിരുന്നു. എന്തിന്? അൽതമിസു തിൽക്കൽ ലൈല, ആ രാത്രിയെ അന്വേഷിച്ചുകൊണ്ട്, ആ രാത്രിയെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഇഅ്തികാഫിരുന്നു. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റു, അവസാനത്തെ 10 ദിവസമായാൽ അഹ്യാ ലൈലഹു വഅയ്ഖദ അഹ്ലഹു വശദ്ദ മിഅ്സറഹു, ആ രാത്രിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സജീവമാക്കി, കുടുംബത്തെയും തൻ്റെ കൂടെ വിളിച്ചുണർത്തി ഇബാദത്തുകൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു. തൻ്റെ മുണ്ട് മുറുക്കിയെടുത്തുകൊണ്ട് ഭാര്യമാരിൽ നിന്ന് അകന്നു നിന്നുകൊണ്ടും അധ്വാനിച്ചുകൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തുൽ ഖദ്റിനെ തേടി. കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യജ്തഹിദു ഫിൽ അശ്രി മാ ലാ യജ്തഹിദു ഫീ ഗൈരിഹി. റമളാനിലെ മറ്റു ദിവസങ്ങളിൽ ഒന്നുമില്ലാത്ത അധ്വാനം അവസാനത്തെ 10 ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ചിരുന്നു, ഈ രാത്രിയെ തേടിക്കൊണ്ട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. കാരണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിൽ നമുക്ക് നേടിയെടുക്കാവുന്ന ഉന്നതമായ ഒരു കാര്യമുണ്ട്. നാം നേരത്തെ സൂചിപ്പിച്ചതാണത്. എന്താണത്? അത് മഗ്ഫിറത്താണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ വേറെ ആര് നമുക്ക് നമ്മുടെ പാപങ്ങൾ പുറത്തു തരും? വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ പാപങ്ങൾ പുറത്തു തരാൻ വേറെ ആരാണുള്ളത്? അതാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചത്, അറഅയ്ത യാ റസൂലല്ലാഹ് ഇൻ അലിംതു അയ്യു ലൈലത്തിൻ ലൈലത്തുൽ ഖദ്ർ മാ അഖൂലു ഫീഹാ. ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രി ഇന്നതാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടാൽ, വല്ല അടയാളങ്ങൾ കൊണ്ട് ബോധ്യപ്പെട്ടാൽ ഞാൻ അന്നേ ദിവസം എന്ത് പറയണമെന്നാണ് ചോദിച്ചത്. കാരണം ആയിഷ റളിയല്ലാഹു തആല അൻഹ മനസ്സിലാക്കി, ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അമൽ എന്നുള്ളത് ദുആ ആണ്, പ്രാർത്ഥനയാണ്. ഞാൻ എന്ത് നമസ്കരിക്കണമെന്ന് ചോദിച്ചില്ല, ഞാൻ എന്ത് സദഖ ചെയ്യണമെന്ന് ചോദിച്ചില്ല, ഞാൻ എത്ര ഖുർആൻ ഓതണമെന്ന് ചോദിച്ചില്ല. മാ അഖൂലു ഫീഹാ, ലൈലത്തുൽ ഖദ്റിൻ്റെ രാത്രിയിലെ എൻ്റെ പ്രാർത്ഥന എന്തായിരിക്കണം എന്നാണ് ചോദിച്ചത്. അഥവാ പ്രാർത്ഥനയ്ക്ക് ആ രാത്രിയിൽ വമ്പിച്ച പ്രാധാന്യമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത്? ദുനിയാവിലെ ഏതെങ്കിലും കാര്യങ്ങളല്ല,
മറിച്ച് ആയിഷ ബീവിയോട് പറഞ്ഞത്, നീ പറയണം അല്ലാഹുമ്മ ഇന്നക അഫുവുൻ, അല്ലാഹുവേ നീ മാപ്പ് നൽകുന്നവനാണ്, തുഹിബ്ബുൽ അഫ്വ, നീ മാപ്പ് നൽകുന്നത് ഇഷ്ടപ്പെടുന്നു, ഫഅഫു അന്നി, അതുകൊണ്ട് അല്ലാഹുവേ നീ എനിക്ക് മാപ്പ് നൽകണം, എനിക്ക് പുറത്തു തരണം എന്ന് പ്രാർത്ഥിക്കാനാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ആ രാത്രിയെ ഉപയോഗപ്പെടുത്തി പ്രാർത്ഥിച്ച് പാപമോചനം നേടാത്തവന് എല്ലാ ഖൈറും തടയപ്പെട്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ലില്ലാഹി തആല ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ശഹർ ഫമൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമൽ ഖൈറ കുല്ലഹു ലാ യുഹറമു ഖൈറുഹാ ഇല്ലാ മഹ്റൂമുൻ. ആ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയുടെ ബറക്കത്തുകൾ ആർക്കാണോ തടയപ്പെടുന്നത് അവന് എല്ലാ നന്മകളും തടയപ്പെട്ടു. വലിയ ഭാഗ്യദോഷമുള്ളവനല്ലാതെ ആ രാത്രിയുടെ നന്മയെ തടയപ്പെടുകയില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ലൈലത്തുൽ ഖദർ അന്വേഷിക്കുക. റഹ്മാനായ റബ്ബിനോട് മഗ്ഫിറത്തിന് വേണ്ടി, അഫുവിന് വേണ്ടി പ്രാർത്ഥിച്ച് ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗ്ഗലോകം നേടിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഏറെ ബഹുമാനമുള്ള വിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയ്യത്ത് ചെയ്യുന്നു. ലൈലത്തുൽ ഖദറിൻ്റെ പ്രത്യേകതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് പറയുന്നത്, തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. ആ രാത്രിയിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിലുണ്ടാകും. സുബ്ഹാനല്ലാഹ്. പ്രവാചകന്മാരുടെ അടുക്കൽ വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിരന്തരം വരാറുള്ള മലക്കുകളുടെ നേതാവായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ മഹാത്ഭുതമായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ രാത്രിയിൽ ഭൂമിയിലുണ്ടാകും. തനസ്സലുൽ മലായിക. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കൂടെ ധാരാളമായി മലക്കുകളും. തനസ്സല എന്ന് പറഞ്ഞാൽ നിരന്തരമായി ഇറങ്ങുന്നതിനാണ് പറയുന്നത്. കൂട്ടം കൂട്ടമായി നിരന്തരമായി ഫജ്ർ വരെ ഇറങ്ങിക്കൊണ്ടിരിക്കുമെന്നാണ്. ഫജ്ർ വരെ ഇറങ്ങിക്കൊണ്ടിരിക്കും. മിൻ കുല്ലി അംരിൻ, എല്ലാ കാര്യങ്ങളുമായി കൊണ്ട്. കാരണം ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, അള്ളാഹു വിധിക്കുന്ന എല്ലാ നിലക്കുമുള്ള ഹിക്മത്തായ കാര്യങ്ങളെല്ലാം അന്ന് വിഭജിക്കപ്പെടുന്ന രാത്രിയാണത്. കൂട്ടം കൂട്ടമായി ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്, അൽ മലായികതു ഫീ തിൽക്കൽ ലൈലത്തി ഫിൽ അർളി അക്സറു മിൻ അദദിൽ ഹസാ. ഭൂമിയിലെ ചരൽക്കല്ലുകളേക്കാൾ കൂടുതൽ അന്ന് മലക്കുകൾ ഭൂമിയിൽ ഉണ്ടാകുന്നതാണ്. ഭൂമിയിൽ എത്ര ചരൽക്കല്ലുകളുണ്ട്, അതിനേക്കാൾ കൂടുതൽ മലക്കുകൾ ഉണ്ടാകും. ആ മലക്കുകൾ ഇറങ്ങുന്നത് റഹ്മത്ത് കൊണ്ടും ബറക്കത്ത് കൊണ്ടുമാണ്. അതുകൊണ്ട് സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ, അന്ന് ഫജ്ർ വരെ സമാധാനമാണ്. പിശാചുക്കൾക്ക് ഒരു ഉപദ്രവവും ചെയ്യാൻ കഴിയില്ല, ഒരു ഷർറും ഉണ്ടാവുകയില്ല. എല്ലാ ആപത്തുകളിൽ നിന്നും ഷർറുകളിൽ നിന്നും സമാധാനമുള്ള സമാധാനത്തിൻ്റെ രാത്രിയാണ്. അന്നത്തെ ഖൈറും ബറക്കത്തും നേടിയെടുക്കാൻ സാധിച്ചവന് ഇൻഷാ അല്ലാഹ് എല്ലാ ഖൈറുമുണ്ട്, എല്ലാ സമാധാനവുമുണ്ട്. അതാണ് വിശ്വാസികൾ ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ കാര്യം, സലാം, സമാധാനം. അതാണ് നമുക്ക് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, അറിയുക, നമ്മുടെ മതമായ ഇസ്ലാം, ആ വാക്ക് തന്നെ സമാധാനം എന്നാണ്. നമ്മുടെ പ്രവാചകൻ സമാധാനം അഭിവാദ്യമായി പഠിപ്പിച്ച മഹാനായ പ്രവാചകനാണ്. നമ്മുടെ അഭിവാദ്യ വാക്യം പോലും അസ്സലാമു അലൈക്കും എന്നാണ്. ഖിയാമത്ത് നാളിൽ ഉപകാരപ്പെടുന്നത് പോലും ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം എന്നാണ്. ആ സലീമായ ഹൃദയത്തോടുകൂടി ആര് ചെന്നോ, ലഹും ദാറുസ് സലാമി ഇൻദ റബ്ബിഹിം, അവർക്ക് അല്ലാഹുവിൻ്റെ അടുക്കൽ സലാമിൻ്റെ ഭവനമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹുമ്മ അൻതസ് സലാം, അല്ലാഹുവേ നീയാകുന്നു സലാം. അല്ലാഹു അസ്സലാമാണ്, ഇസ്ലാം സമാധാനമാണ്, നബി സമാധാനമാണ്, നമ്മുടെ അഭിവാദ്യവും സമാധാനമാണ്. ആ സമാധാനത്തെ ഒരു പ്രഖ്യാപനമായി സ്വീകരിച്ചാൽ മാത്രമേ സ്വർഗ്ഗത്ത് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ലാ തദ്ഖുലുൽ ജന്നത ഹത്താ തുഅ്മിനു വലാ തുഅ്മിനു ഹത്താ തഹബ്ബു. വിശ്വാസികൾക്കല്ലാതെ സ്വർഗ്ഗത്ത് പോകാൻ കഴിയില്ല, പരസ്പരം സ്നേഹിക്കാതെ വിശ്വാസികളാവാനും കഴിയില്ല. അവലാ അദുല്ലുക്കും അലാ ഷൈഇൻ ഇദാ ഫഅൽതുമൂഹു തഹാബബതും.
നിങ്ങൾ ചെയ്താൽ പരസ്പരം വിശ്വാസികൾക്കിടയിൽ ഇഷ്ടമുണ്ടാകുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? അഫ്ഷുസ്സലാമ ബൈനക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. ഇത് വ്യാപിപ്പിക്കുക, സമാധാനത്തിൻ്റെ സന്ദേശം വ്യാപിപ്പിക്കുക, ഇസ്ലാമിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുക. അങ്ങനെയുള്ള സമാധാനത്തിൻ്റെ രാത്രിയാണത്. അത് നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിൻ്റെ റസൂൽ മിമ്പറിൻ്റെ ഓരോ സ്റ്റെപ്പും കയറിയപ്പോൾ പ്രാർത്ഥിച്ച കൂട്ടത്തിൽ പ്രാർത്ഥിച്ചില്ലേ? മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു ഫഅബഅദഹു അല്ലാഹ്. ഒരു റമളാൻ മാസം കിട്ടിയിട്ട് പാപമോചനം നേടിയെടുക്കാത്തവൻ, ലൈലത്തുൽ ഖദ്ർ നേടിയെടുക്കാത്തവൻ അല്ലാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് വിദൂരമായി അകന്നു പോകട്ടെ. അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടരുത്. അല്ലാഹുവിൻ്റെ റസൂൽ ആമീൻ പറഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥന അല്ലാഹു കേൾക്കുന്നതാണ്. അതിൽ ഉൾപ്പെടാതിരിക്കുവാൻ അധ്വാനമാണ് ആവശ്യം, പരിശ്രമമാണ് ആവശ്യം, ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ആവശ്യം. റബ്ബിനോട് ചോദിച്ചു വാങ്ങി നേടിയെടുക്കണം. റഹ്മാനായ റബ്ബിനോട് ആവർത്തിച്ച് ചോദിക്കുന്നവരെ അള്ളാഹു തട്ടിക്കളയുകയില്ല. റബ്ബിൻ്റെ നേരെ ഉയർത്തപ്പെട്ട ഒരു കൈകളെയും അള്ളാഹു വെറുതെ മടക്കിയിട്ടുമില്ല. അതുകൊണ്ട് നാഥനോട് പ്രാർത്ഥിച്ച് ഈ രാത്രിയുടെ പുണ്യം നേടിയെടുക്കുവാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم الشيخ زايد، اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضاه. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.